ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനും ഒരു ചേച്ചിയും രണ്ട് പയ്യന്മാരും കൂടി വീട് വാടകയ്ക്ക് എടുത്ത് താമസം തുടങ്ങി. ആ ചേച്ചിയാണെങ്കിൽ ഗൾഫിലായിരുന്നു, കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു. ആ ചേട്ടനാണെങ്കിൽ ആശാരിപ്പണിയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ കുവൈറ്റിൽ ബ്യൂട്ടി പാർലറിൽ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ബ്യൂട്ടി പാർലറിൽ പണിക്ക് പോയി. 8,000, 9,000, 10,000 അടുത്ത് ശമ്പളം കിട്ടി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണേ, ഇവർക്കൊരു സ്വയം തൊഴിൽ ചെയ്യണം, ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് നടത്തണമെന്നും പറഞ്ഞു. അതുകൊണ്ട് കേരള ഗ്രാമീണ ബാങ്കിൽ 1,00,000 രൂപ അനുവദിക്കുകയും തിരിച്ചടയ്ക്കേണ്ടത് 80,000, 20,000 സബ്സിഡിയാണ് സ്വയം തൊഴിലിനാവുമ്പോൾ. അങ്ങനെ ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ജാമ്യം നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇവിടുന്ന് പോകാം, അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, നമ്മൾ എല്ലാം കറക്റ്റായിട്ട് അടിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പം 80,000 രൂപ അടിക്കുന്നതിന് പകരം അവർ ഒറ്റ പൈസ അടിച്ചില്ല. ഈ മാസം 2,500 വെച്ച് അടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് 1,45,000 അടിക്കാൻ പറഞ്ഞു. കേരള ഗ്രാമീണ ബാങ്ക് ജപ്തി ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജപ്തി ചെയ്തു, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, പറ്റുമെങ്കിൽ നിങ്ങൾ ജയിലിലടിക്കുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ലു, എന്തെങ്കിലും ചെയ്തു, എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവസ്ഥ. എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ സഹായിച്ച മാത്രം എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇതൊന്നും ഞാനുണ്ടാക്കിയതല്ല, ഓരോ ആളുകളെ സഹായിച്ചുണ്ടായി ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രം എന്നെ രക്ഷിക്കാൻ കഴിയും.